എല്ലായിടത്തും എത്താൻ അർഹതയുള്ളത് സവർണർക്ക് മാത്രമാണ്. അവർണരും പ്രത്യേകിച്ചും പട്ടികജാതിക്കാരൊക്കെ അവരൊക്കെ യഥാർത്ഥത്തിൽ മുജ്ജന്മപാപം കൊണ്ട് അടിമകളെ പോലെ പാടത്ത് ചേറല് പണിയെടുത്താൽ മതി, പഠിക്കാനും ഉദ്യോഗത്തിനും അധികാരത്തിനും വരേണ്ടതില്ല എന്നൊരു അടിസ്ഥാനമായ വംശീയതയിൽ നിന്നുകൊണ്ടാണ് RSS സാമ്പത്തിക സംവരണത്തെ കുറിച്ച് സംസാരിച്ചതും സവർണറിലെ സമ്പത്തില്ലാത്ത ദരിദ്രർക്ക് വേണ്ടി ആ സംവരണത്തെ സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള സംവരണം എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയത്തെ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സവർണറിലെ പ്രയാസപ്പെടുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് EWS കൊണ്ടുവന്നല്ലോ RSS അതിനെക്കുറിച്ച് ചർച്ച ആരംഭിച്ചിട്ടുള്ളൂ. ആ ചർച്ച പൂർത്തീകരിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമമായി തീരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തില് ദേവസ്വം ബോർഡ് നിയമനത്തിൽ, നമ്മൾ ഓർക്കണം, ദേവസ്വം ബോർഡ് നിയമനത്തിൽ സവർണ സംവരണം കൊണ്ടുവന്നു ഈ ഇടതുപക്ഷ ഗവൺമെന്റ്. ആ സവർണ സംവരണം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല BJPയെ വെല്ലുവിളിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ഉണ്ടല്ലോ, അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി? BJPക്ക് സാധിക്കുമോ, BJPക്ക് കഴിയുമോ സവർണ കൊണ്ടുവരാൻ? ഞാൻ BJPയെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെയായിരുന്നു CPMന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ വെല്ലുവിളി. ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഭൂപരിഷ്കരണത്തിൽ യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഭൂമി നിഷേധിച്ചവനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മതേതരത്വമുണ്ടല്ലോ, അതേപോലെ തന്നെ സവർണ സംവരണത്തെ നടപ്പിലാക്കുന്ന മതേതരത്വമുണ്ടല്ലോ. ആ മതേതരത്തിന് LDFും UDFും ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന് വംശീയ രാഷ്ട്രീയത്തെ, RSSന്റെ വംശീയതയെ പ്രതിരോധിക്കാൻ സാധ്യമല്ല.